വാഗ്ദാനങ്ങളല്ല, കരുതലോടെയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. കരുതലോടെയുള്ള സമീപനമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് തെളിയിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം താനൊരു നല്ല മനുഷ്യ സ്ത്രീയാണ്, മനുഷ്യനെ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി തന്റെ പ്രചാരണ വേളകളിലൂടെ തെളിയിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് നിൽക്കുന്ന മറ്റു സ്ഥാനാർത്ഥികൾ നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, ബിരിയാണി നൽകുമെന്നൊക്കെ ഉള്ളതാണ്. ആ വാഗ്ദാനങ്ങൾ അവിടെ അവസാനിക്കുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങൾക്കപ്പുറം എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കും, കരുതേണ്ടവരെ കരുതും, വികസനം ഉറപ്പാക്കുമെന്നത് തന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ തന്റെ പ്രചാരണ വേദിയിൽ കാണിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്ന ദൃശ്യം പ്രചാരണ വേളയിൽ നിന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ച ഒരു മാതൃസദനത്തിലെ ദൃശ്യങ്ങളാണ്. അവിടെയുള്ള അമ്മമാർ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത്, ശോഭാ സുരേന്ദ്രനോട് ഇടപഴകുന്നത്. അവരെ തിരിച്ചും കരുതലോടും സ്നേഹത്തോടുമാണ് ശോഭാ സുരേന്ദ്രൻ കാണുന്നതും ഇടപഴകുന്നതും. ഈ ഒരു വിഭാഗം മാത്രമാണ് ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ കരുതലോടെ നോക്കേണ്ടത് എന്നല്ല. ഞങ്ങൾ ഈ വീഡിയോ പ്രേക്ഷകരെ കാണിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു മനസ്സിനുടമയാണ് ശോഭാ സുരേന്ദ്രൻ എന്നതാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ ആദ്യം ചേർത്ത് നിർത്തുന്നതിലൂടെ താൻ എല്ലാവരെയും ചേർത്ത് നിർത്തുമെന്ന ഒരു സന്ദേശമാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഈ പ്രചാരണ വേളയിലൂടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ നമുക്ക് വിശ്വസിക്കാം. പാലക്കാടിനെ വിശ്വസിച്ച് ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വികസനം മാത്രമല്ല, കരുതൽ ആർക്കൊക്കെയാണ് വേണ്ടത് അവർക്ക് ആ കരുതൽ BJPയുടെ ഭാഗത്തു നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയിൽ നിന്നും ലഭിച്ചിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഈ പ്രവർത്തനത്തിലൂടെ. ഇനി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, പാലക്കാട് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രചാരണം ആരംഭിച്ചിരുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായി ശോഭ പ്രാദേശിക പാർട്ടി നേതാക്കളെയും കണ്ടിരുന്നു. ചുവരിൽ BJPയുടെ താമരചിഹ്നം വരച്ചുകൊണ്ട് പ്രതീകാത്മകമായി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. പ്രചാരണം ആരംഭിക്കുന്നതിന് മുൻപ് പ്രദേശത്തെ BJP ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കർണകിയമ്മൻ ക്ഷേത്രത്തിൽ ശോഭ പ്രാർത്ഥനയും നടത്തി. കേരളത്തിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാരിനായി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇത്തവണ പാലക്കാട് താമരചിഹ്നത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ഒരു MLA തിരഞ്ഞെടുക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം കേരളത്തിൽ NDAയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉടൻ ഉണ്ടാകുമെന്നും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ജനങ്ങൾക്കും പാർട്ടിക്കും സന്തോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരും. കൂടുതൽ വിജയങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഒരു കമ്പനി വിജയകരമായി കൈകാര്യം ചെയ്യുകയും നടത്തുകയും ചെയ്ത ഒരു ടെക്നോക്രാറ്റ്, അത്തരമൊരു വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചേരുമ്പോൾ ഇത് ഇരട്ടി മധുരം നൽകും. അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ്, അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാറ്റിന്റെയും സഹായത്തോടെ പ്രസ്ഥാനം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകും. നിങ്ങൾക്കും ഞങ്ങൾക്കും സന്തോഷിക്കാൻ തീർച്ചയായും കാരണങ്ങൾ ഉണ്ടാകും. സമീപ ഭാവിയിൽ കേരളത്തിന് NDAയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകും. പ്രസിഡന്റ് സ്ഥാനം ആര് വഹിക്കുന്നു എന്നതിനെ കുറിച്ചല്ല ഇതൊരു കൂട്ടായ ശ്രമമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.